അതും അതേപോലെ തന്നെ എന്താ പറയുക, ചില കാര്യത്തിലുള്ള ഈ ഒരു ഇരട്ടത്താപ്പ് നയം അതെന്തായാലും മാറ്റണം കേട്ടോ. കാരണം വെച്ചാൽ അത് എടുത്തു പറയാനുള്ള മെയിൻ കാരണം വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ കേസ് കേട്ട് വന്നപ്പോൾ നമ്മളെ സത്യം പറഞ്ഞാൽ ഒറ്റതിരിക്കുക, നമ്മുടെ വണ്ടി നമ്മൾ എന്തോ വലിയ കുറ്റം ചെയ്തെന്നും നമ്മൾ എന്തോ എന്നാ പറയുക, നമ്മളത് പറയാൻ പറ്റാത്ത രീതിയിലൊക്കെയാണ് നമ്മളെ പല രീതിയിലും ദ്രോഹിച്ചത്. പക്ഷേ ആ വണ്ടിയിൽ ഇന്നേ വരെ ഒരു രീതിയിലുള്ള നടപടി എടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴും ആ വണ്ടി കേരളം മൊത്തം പെർമിറ്റ് കട്ടാക്കിയിട്ടില്ല, അതിന്റെ RC ബുക്ക് കട്ടാക്കിയിട്ടില്ല. ഒരു കാര്യം, നമ്മുടെ വണ്ടി എന്നാ പറയുക, നമ്മുടെ വണ്ടി വീട്ടിൽ നിന്ന് എടുത്തോണ്ട് പോകും, അത്ര ബലപ്രദമായി എടുത്തോണ്ട് പോയി. ആ വാഹനം ഓടിച്ചിട്ടില്ല നമ്മുടെ വണ്ടി അല്ലേ, റോട്ടിൽ കൂടെ ഓടിക്കാൻ എടുത്തോണ്ട് പോയി. എന്നിട്ട് RC വരയ്ക്കാൻ കൊണ്ടുവന്നല്ല ആ വാഹനം. അതായത് ഹലോ പീപ്സ്, വെൽക്കം ബാക്ക്. ഓക്കെ, അപ്പോൾ ഗൈസ് താങ്ക് യു ഫോർ അവർ സപ്പോർട്ട്. ഒക്കെ കാരണം നമ്മൾ കഴിഞ്ഞ ബുൾജിറ്റിൻ്റെ വീഡിയോ ഏകദേശം 10,000 ആൾക്കാർ ഇപ്പോൾ കാണാനായിട്ടുണ്ട്. ആ വീഡിയോ ഏകദേശം റോഡ് ടു 10,000 വ്യൂസാണ്. എനിവേ നിങ്ങൾ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്, സ്നേഹമുണ്ട്, കരുണയുണ്ട്. ഓക്കെ, പക്ഷേ ഈ വീഡിയോ ഇന്നത്തെ വീഡിയോ കുറച്ച് വെറൈറ്റി വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും വീഡിയോയുടെ ഇൻട്രോ കണ്ടെന്ന് വിശ്വസിക്കുന്നു. ആ ഒരു സംബന്ധത്തെക്കുറിച്ച് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. പക്ഷേ വീഡിയോയിട്ട് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കമൻറ്റിന് റിപ്ലൈ കൊടുക്കാണ്ട്. ഓക്കെ, ഞാൻ സാധാരണ നെഗറ്റീവ് കമൻറ്റ്സ് അങ്ങനെ ശ്രദ്ധിക്കാറില്ല. പക്ഷേ കഴിഞ്ഞ വീഡിയോക്ക് വന്ന നെഗറ്റീവ് കമൻറ്റ് കാണിച്ചത്. ഓക്കെ, ആ വീഡിയോ കാണിച്ചാൽ ആ കമൻറ്റ് തപ്പിയപ്പോൾ കിട്ടിയിട്ടില്ല. പക്ഷേ കമൻറ്റുള്ളത് ഇങ്ങനെയായിരുന്നു പറഞ്ഞത്. എടോ ഈ ബുൾജിറ്റിൻ്റെ വീഡിയോ വെച്ച് റീച്ച് ഉണ്ടാക്കാതെ പോയി വലിയ 4 ലക്ഷം പടിയടാ. ബ്രോക്ക് പഠിപ്പിക്കണമെന്നാണ് ആഗ്രഹം, ബ്രോക്ക് എന്നെ പഠിപ്പിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ ബ്രോക്ക് വല്ല ടീച്ചിങ് ആപ്പിൽ വല്ല ജോബിന് അപ്ലൈ ചെയ്തോട്ടെ ബ്രോ. നമ്മളെ വേഡാത്തുണ്ട്, ബൈജൂസ് ഉണ്ട്, 90% എൻ്റെ ബൈജൂസൊക്കെ എൻ്റെ കുഞ്ഞമ്മയുടെ അച്ഛൻ്റെ മകനൊക്കെ ബൈജൂസിലൊക്കെ ടീച്ചിങ് ആയി നിൽക്കുന്നുണ്ട്. അപ്പോൾ ബ്രോക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ബ്രോക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രോക്ക് അതിൽ ഒരു ജോബ് വാങ്ങിത്തരാം. ബ്രോക്ക് അത്ര പഠിപ്പിക്കാൻ മുട്ടി നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ബ്രോക്ക് നമുക്കൊരു പാർട്ണർഷിപ്പ് തുടങ്ങി നമുക്ക് ഓൺലൈൻ മോന് വൈറ്റി ട്യൂഷൻ സെൻറ്റർ അല്ലെങ്കിൽ ഓൺലൈൻ മോന് വൈറ്റി എഡ്യൂക്കേഷൻ ലാപ്പ് തുടങ്ങി നമുക്കൊരു പാർട്ണറായിട്ട് തുടങ്ങാം. പ്രമുഖരായ ഒരു യൂട്യൂബറായ ഓൺലൈൻ മോനും അതിരൂക്ഷമായ 4,000 സബ്സ്ക്രൈബർ വെച്ച് തുടങ്ങുന്ന ഒരു അത്യന്തിക അത്യന്തിക സേവനകരമായ എൻ്റെ അർത്ഥം എനിക്കറിയാം. അത്യധികം അത്ഭുതകരമായ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ഒരു ആപ്ലിക്കേഷനിൽ ഒരുപാട് ആൾക്കാർ ജോയിൻ ചെയ്യുമോ, ഫീസൊന്നും വേണ്ട, സബ്സ്ക്രൈബർ ഫ്രീ ആയി പഠിപ്പിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം 4 അക്ഷരം പഠിപ്പിക്കത്തുള്ളൂ, ബാക്കി അക്ഷരങ്ങൾ നിങ്ങൾ മലയാളം എൻജോയ് എടുത്ത് പഠിക്കേണ്ടി വരും. ഓക്കെ, അവനെ കിട്ടില്ലേ വിശ്വസിക്കുന്നു. എൻ്റെ ചാനലിൽ വന്ന് എൻ്റെ കാൽ ചുവട്ട് വന്ന് കമൻറ്റ് ഇട്ടിട്ട് അവനിത് കൊടുത്തില്ലെങ്കിൽ ഞാൻ ആരാ, ഊളയല്ലേ ഗൈസ്? ദെൻ നോ, നമുക്കിന്ന് വീട്ടിലോട്ട് പോകാം. ഓക്കെ, ആ വീഡിയോ ഇടുന്നതിന് മുമ്പ് ആ വീഡിയോക്ക് ഒരു BGM ഉണ്ട്. ആ BGM എനിക്ക് ഇഷ്ടമല്ല, കാരണം കോപ്പിറൈറ്റ് ക്ലെയിം എനിക്ക് റീച്ച് കുറയും, എൻ്റെ കണ്ടന്റിന് പൈസ യൂട്യൂബ് തരത്തില്ല ഈ കോപ്പിറൈറ്റ് വന്നാലൊക്കെ. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഈ ബുൾജിറ്റിനെ വെച്ച് ഞാൻ റീച്ച് ഉണ്ടാക്കുകയാണ്. ആ പറയുന്ന ഈ ബുൾജിറ്റിനെ വെച്ച് റീച്ച് ഉണ്ടാക്കുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും റീച്ചിന് വേണ്ടി വീഡിയോ ചെയ്യുന്നത് ഒബ്വിയസ്ലി ഞാൻ വീഡിയോ ചെയ്യുന്ന പൈസയ്ക്ക് വേണ്ടി തന്നെയാണ്. അതെല്ലാവർക്കും മനസ്സിലാവും, ബുദ്ധിയുള്ളവർ മനസ്സിലാവും. ഓക്കെ, ഇനി ഇതിനെ ചൊറിയാൻ നിൽക്കണ്ട. വെൻ നോ ദിസ് വീഡിയോ പ്ലേ കരോ ഗൈസ്. Living life, every day, late at night, not okay, all I want, and I pray. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇതിന് MVD കാണത്തില്ല ചോദിക്കുന്നതിന് മുമ്പ് ഈ ബുൾജിറ്റിനെ ഈ വീഡിയോയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഈ ബുൾജിറ്റ് മോഡിഫിക്കേഷൻ ചെയ്താൽ മാത്രമേ MVD കാണത്തുള്ളൂ, ബാക്കിയുള്ള MVD കാണത്തില്ല. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ഇറങ്ങിയിട്ട് അധികം കാലമായിട്ടില്ല. ഓക്കെ, ഈ വീഡിയോ ഇറങ്ങിയിട്ട് അധികം കാലമായിട്ടില്ല പറയാൻ കാരണം ഈ വീഡിയോയിൽ ഉപയോഗിച്ചിരുന്ന BGM മിന്നൽ മുരളിലെ BGM ആയിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് BGM ഓഫ് ആക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അധികം കാലമായിട്ടില്ല. പക്ഷേ ഈ വീഡിയോ എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യത്തെ കൊറോണ ലോക്ക്ഡൗണിന് ശേഷമുള്ള കോളേജിലായിരിക്കും വീഡിയോ. ആ ടൈമിലാണ്, അതായത് ഈ ഒരു വർഷം തന്നെ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ ചാൻസ്. ഓക്കെ, എന്തായാലും ഈ വീഡിയോക്ക് എതിരെ ആക്ഷൻ എടുത്തിട്ടില്ല പറയാൻ സാധിച്ചത്. ഈ ബുൾജിറ്റുകാരോട് എനിക്ക് പറയാനത് ഈ എല്ലാ ഒരു കാര്യം നടക്കണമെങ്കിൽ 2-3 സെക്കൻഡിനുള്ളിൽ തന്നെ ഈസ് നോട്ട് എ സൂപ്പർ നാച്ചുറൽ പവർ ആർക്കുമില്ല. ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ 2 മിനിറ്റിനുള്ളിൽ അവരെ പിടിക്കണമെന്ന് പറഞ്ഞാൽ ഈസ് നോട്ട് എ സൂപ്പർ നാച്ചുറൽ പവർ. നിങ്ങൾക്ക് ഇനി സൂപ്പർ നാച്ചുറൽ പവർ വേണമെങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കൂ, സൂപ്പർ നാച്ചുറൽ പവർ കിട്ടും. സബ്സ്ക്രൈബ് ചെയ്തിട്ട് അൺസബ്സ്ക്രൈബ് ചെയ്യാതെ നിന്ന് നോക്കൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് അൺസബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് സൂപ്പർ നാച്ചുറൽ പവർ കിട്ടും. ഞാൻ എന്തൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ അതിൻ്റെ സൂപ്പർ നാച്ചുറൽ പവർ ഉപയോഗിച്ചാണ്. ദിസ് ഈസ് എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് വീഡിയോ, ദിസ് ഈസ് എൻ്റർടൈമിങ് ആൻഡ് നോട്ട് നെഗറ്റീവ് കമൻറ്റ്സ്. ഈസ് ഐ ആം ദ റിയാസ് ഓഫ് ബിഗ് ബോസ്. അതുകൊണ്ട് എത്ര നേരം ഇംഗ്ലീഷ് അടിച്ച് ഗൈസ്, കുറച്ച് ഇംഗ്ലീഷൊക്കെ പഠിച്ച് ബിഗ് ബോസ് എന്നിട്ട് ബൈ അടുത്ത ദിവസം കാണാം. ദിസ് ഈസ് എ റീച്ച് ഉണ്ടാക്കൽ വീഡിയോ ആണ്. നിങ്ങളാരും ഇനി നെഗറ്റീവ് കമൻറ്റ്. ദിസ് ഈസ് റീച്ച് ഉണ്ടാക്കൽ വീഡിയോ തന്നെയാണ്. ഈസ് ഐ ആം ഈ ബുൾജിറ്റിനെ വെച്ച് റീച്ച് ഉണ്ടാക്കിയാണ്. ടെൽ മീ വാട്ട് യു സംതിങ് റൂ. നോ ബൈ ഗൈസ്.